സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനം. അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിരക്ഷരരെ വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ എല്ലാ വർഷവും സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി ആചരിച്ചു വരുന്നു. 1965 നിരക്ഷരതാ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ആലോചിക്കാൻ വിവിധ രാഷ്ട്രങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗം ഇറാനിലെ തെഹ്റാനിൽ ചേർന്നു. ഈ സമ്മേളനം ആരംഭിച്ചത് സെപ്റ്റംബർ 8 ഇതിൻ്റെ ഓർമ്മയ്ക്കായി 1966 മുതൽ സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനമായി ആചരിച്ചു പോരുന്നു. 1967 മുതൽ ആഗോളതലത്തിൽ സാക്ഷരതാ ദിനാചരണം വ്യാപകമാക്കുകയായിരുന്നു. എല്ലാ വർഷവും സാക്ഷരതാ ദിനം കൊണ്ടാടുന്നതിനോടൊപ്പം ഒരു വിഷയവും മുന്നോട്ട് വയ്ക്കാറുണ്ട്. 2024 പ്രമേയം ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നു, പരസ്പര ധാരണയ്ക്കും സമാധാനത്തിനും സാക്ഷരത എന്നതാണ്. 1991 ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ ചേലക്കാടൻ ആയിഷുമ്മ എന്ന മലപ്പുറംകാരി കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. അങ്ങനെ ആയിഷുമ്മ സാക്ഷരതയുടെ പ്രതീകമായി. പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം എന്ന നേട്ടം കേരളം സ്വന്തമാക്കി. 2011 സെൻസസ് പ്രകാരം കേരളം തന്നെയാണ് സാക്ഷരതയുടെ കാര്യത്തിൽ മുന്നിലുള്ളത്. 2001 സെൻസസിൽ 90.9% കേരളത്തിൻ്റെ സാക്ഷരത. 2011 ആയപ്പോൾ ഇത് 93.9% ഉയർന്നു. എന്നാൽ പരിപൂർണ സാക്ഷരതയിലേക്ക് ദൂരം ഏറെയുണ്ടെന്ന് നിരക്ഷരരായ 6%-ലധികം പേർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഞ്ചേരിയിൽ മലപ്പുറം ജില്ല കമ്പ്യൂട്ടർ സാക്ഷരത നേടിയതായി പ്രഖ്യാപിച്ചതും ലോകശ്രദ്ധ ആകർഷിച്ച സംഭവമായിരുന്നു. തുടങ്ങി വയ്ക്കുന്നതിലും ആദ്യം നേട്ടം കൊയ്യുന്നതിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേരളം. അവ നിലനിർത്താനാവശ്യമായ തുടർ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ പരിശ്രമങ്ങൾ പാഴിലായി പോകുമെന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. പുതിയ കമ്പ്യൂട്ടർ യുഗത്തിന് സാക്ഷരതാ പ്രവർത്തനങ്ങളെ കൂടി ഉൾക്കൊള്ളാനും നിരക്ഷരർക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകാനും കഴിയട്ടെ എന്ന് നമുക്ക് ഈ സാക്ഷരതാ ദിനത്തിൽ പ്രത്യാശിക്കാം. വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.